ചോദ്യം വായിക്കുക. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 66 സെൻറ്റിമീറ്റർ ആയാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ത്രികോണത്തിൻ്റെ വശമാകാൻ സാധ്യത ഇല്ലാത്തതേത്? ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ട് ത്രികോണത്തിൻ്റെ വശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ ചുറ്റളവ് എത്രയാണോ ആ ചുറ്റളവ് അങ്ങോട്ട് എഴുതിയിടുക. അയാളുടെ പകുതി പറയുക. 66/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 33. ഇനി അതാണ് നമ്മുടെ ആൾ. ഈ 33 നമുക്ക് എടുക്കാൻ പറ്റില്ല. 33-നേക്കാൾ ചെറുതായിട്ടുള്ള ഏതൊരാളെ എടുക്കാം. 33-നേക്കാൾ ചെറുതായിട്ടുള്ള ഏതൊരു സംഖ്യ വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 33-നേക്കാൾ ചെറുതാണോ ഒന്നും നമുക്ക് വശമായിട്ട് എടുക്കാം. 32 എന്നുള്ളത് 33-നേക്കാൾ ചെറുതാണ് എടുക്കാം. 31 എടുക്കാം. അപ്പോൾ എടുക്കാൻ പറ്റാത്ത ആരെയാ? 33. അപ്പോൾ നമ്മൾ പറഞ്ഞു പകുതിയായിട്ട് വന്നിരിക്കുന്ന സംഖ്യ എടുക്കാൻ പാടില്ല, അതിനേക്കാളും ചെറുതായിട്ടുള്ളത് എടുക്കാം. അപ്പോൾ 33 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് വശമാകാൻ സാധ്യതയില്ലാത്തത്. ചോദ്യം വായിക്കുക. 1200 രൂപ വിലയുള്ള ഒരു സാരി 12% ലാഭത്തിന് വിറ്റാൽ വിറ്റ വില. ആ പറഞ്ഞിരിക്കുന്ന കാര്യം വെറുതെ നമുക്കൊന്ന് എഴുതിയാൽ മതി. എങ്ങനെയാണ്? 1200 രൂപ വിലയുണ്ട് സാരിക്ക്. ഇപ്പം നമ്മൾ 1200 രൂപ കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് 12% ലാഭം വേണം. അപ്പോൾ എത്ര? 112 എന്ന് കാണിക്കണം. അതാണല്ലോ 12% ലാഭം. 100ഉം 2 0 കൂടെ വെട്ടി 12 × 112. 12 × 2 24, 4 2. 12 × 1 12 2 14, 4 1 12 1 12 1 13. ഇൻറ്റു ചെയ്യുമ്പോൾ 1344 രൂപ എന്ന് കിട്ടും. നമുക്ക് ഇങ്ങനെ അല്ലാതെയും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 1200 രൂപ എന്ന് എഴുതുക. ഈ 1200 എത്ര ശതമാനമാണ്? 12%. 12% കണ്ടുപിടിക്കുക. 144 രൂപ എന്ന് കിട്ടി. അത് 1200 കൂടെ കൂട്ടിയാൽ മതി. അങ്ങനെ ചെയ്താലും ആൻസർ തന്നെയാണ് കേട്ടോ. കൂട്ടുമ്പോഴും 1344 എന്ന് കിട്ടാം. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ആൻസർ സി ആണ്, 1344 രൂപ. ചോദ്യം വായിക്കുക. 5/13 + 5/15 + 5/16 നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏത്? അപ്പം നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഇതാണ്, 5/13. പിന്നെ 5/15, 5/16. ഇതിൽ ചെറിയ സംഖ്യ ആരാണ്? ഈ 5/13 കോമൺ ഫാക്ടറാണ് ഈ മൂന്നാളിലും. അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്? ഈ 5/13 എന്ന് വെച്ചാൽ 5/13 × 1 എന്ന് പറയാം. 5/15 എന്ത് പറയാം? 5/13 എന്ന് എഴുതുമ്പോൾ 15 ആണെങ്കിൽ ഒരു 2 എണ്ണം കൂടെ വരണ്ടേ? അപ്പോൾ 5² എന്നൂടെ കാണിക്കാം. 5/16 ഇങ്ങനെ തന്നെ പറയാം. 13 എന്ന് പറയുക. 16 ആണെങ്കിൽ ഒരു 3 കൂടെ വരണം. ഉണ്ടോ? അപ്പോൾ ഈ 3 ടേം നോക്കിക്കുക. ഈ 3 ടേമിലും കോമൺ ഫാക്ടർ ആരാ? 5/13 ആണ്. ആ 5/13 ഞാൻ കോമൺ എടുത്തു. അപ്പോൾ ഇവിടെ ഈ 5/13 പോയാൽ മിച്ചമുള്ളത് 1 ആണ്. ഇവിടെ 5/13 നമ്മൾ പുറത്തെടുത്താൽ പിന്നെ 5² ആണ് മിച്ചമുള്ളത്. ഇവിടെ 5/13 പോയാൽ മിച്ചം ആരാ? 5³ ആണ്. അപ്പോൾ 5/13 ഇവിടെ കിടക്കട്ടെ. ഇൻറ്റു ബ്രാക്കറ്റിൽ പറ 1. 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 25. 5ൻ്റെ ക്യൂബ് എന്ന് വെച്ചാൽ 125. അപ്പോൾ 5/13 ഇവിടെയുണ്ട്. ഇവിടെ എല്ലാം കൂടെ കൂടുമ്പോൾ 125, 25 150, 151 151. കണ്ടോ? അപ്പോൾ ആരുടെ ഗുണിതമാണെന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട്. കണ്ടോ? ഒന്നെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മൾട്ടിപ്പിളായിട്ടോ അയാളെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളുമായിരിക്കും. ഇത് ഓൾറെഡി 151 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആരുടെ ഗുണിതമാണെന്ന് ചോദിച്ചാൽ അവിടെ കിടപ്പുണ്ട് ആരാ? 151ൻ്റെ ഗുണിതമാണ്. ചോദ്യം വായിക്കുക. ഒരു സംഖ്യയും സംഖ്യയുടെ 1/3 കൂട്ടിയാൽ 84 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? ഇത് നമുക്ക് സാധാരണ എക്സിറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചു തരാം. അല്ലാതെ വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാവുന്ന ഫാസ്റ്റ് മെത്തേഡും കാണിച്ചു തരാം. ആദ്യം നമുക്ക് അതിൻ്റെ ഒറിജിനൽ മെത്തേഡ് എന്ന് പറഞ്ഞേക്കാം. നമുക്കിവിടെ സംഖ്യ എക്സ് എന്ന് നമുക്ക് എടുക്കാം. സംഖ്യ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സംഖ്യ = എക്സ് എന്ന് നമുക്ക് എടുക്കാം. ഇനി സംഖ്യ, ഇനി എൻ്റെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സംഖ്യയും എന്ന് വെച്ചാൽ എക്സ്, സംഖ്യയുടെ 1/3 എന്ന് വെച്ചാൽ x/3. ഇവ തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 84 എന്ന് കിട്ടുക. ഈ 3 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്ര? 3x. പിന്നെ ഇവിടെയുള്ള എക്സ് കാണിച്ചു.
ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 84. ഈ ഇൻറ്റു 3നെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 84 ഇൻറ്റു 3 എന്ന് വന്നിട്ടുണ്ട്. ഈ 3x എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4x എന്ന് കിട്ടാം. അപ്പോൾ എക്സ് എത്രയായിരിക്കാം? അവിടെയുള്ള 84 ഇൻറ്റു 3 ബൈ 4. 4ഉം 84ഉം കൂടെ വെട്ടാം. 21 ഇൻറ്റു 3 എത്ര? 63 എന്നാണ് എക്സിൻ്റെ വില. നമ്മുടെ സി ആണ് ഓപ്ഷൻ. ഇതാണ് നമ്മൾ ഒറിജിനലായിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഈ ചോദ്യം തന്നെ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് കൂട്ടുമ്പോഴോ കുറക്കുമ്പോഴോ എത്ര കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 84 എന്ന് പറയുന്നതാണ് കിട്ടുന്നത്. അപ്പോൾ 84 എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കുക. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സംഖ്യയും സംഖ്യയുടെ 1/3 എന്നാണ്. അപ്പോൾ ഈ 1/3 കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നിന്നോട്ടെ 3. ഈ 3 ഒന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 4. കുറക്കാനാണെങ്കിൽ തമ്മിൽ കുറക്കുക. കിട്ടിയോ? ആ കിട്ടിയിരിക്കുന്ന സംഖ്യ ഉണ്ടോ? അയാളെ നേരെ തിരിച്ചങ്ങ് എടുക്കുക. എത്രയാണ്? 3/4. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കിട്ടുന്ന സംഖ്യ നമ്മൾ എഴുതി വെച്ചിട്ടില്ല, അത് തമ്മിൽ വെറുതെ ഗുണിച്ചാൽ മതി. കണ്ടോ? 4ഉം 84ഉം കൂടെ 21. 21 ഇൻറ്റു 3 എത്ര? 63 എന്ന് കിട്ടും. അപ്പം ഇവിടെ 1/3 എന്നുള്ളത് ഇങ്ങനെ 4/3 ആയത് മനസ്സിലായല്ലോ. 3 താഴെ തന്നെ എഴുതണം. കൂട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 3 + 1 4. അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് വെറുതെ ആ 84 ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് ചെയ്ത് വീഡിയോ ഇടുക. ഒരു സംഖ്യയും സംഖ്യയുടെ 2/5 കൂട്ടിയാൽ 91 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? എന്ത് ചെയ്യണം? 91 ഇൻറ്റു നിങ്ങൾ തിരിച്ചിട്ട് 5/7 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. കാരണം 5 2 കൂടെ കൂട്ടുമ്പോൾ 7. അപ്പോൾ 7 മുകളിൽ വരും, താഴെ 5 വരും. അതിൻ്റെ റെസിപ്രോക്കലായ 5/7, 5 മുകളിലും 7 താഴെയും വരും. അങ്ങനെ നമുക്ക് കിട്ടും ആൻസർ. അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതുപോലെ അടുത്തത്, ഒരു സംഖ്യയിൽ നിന്ന് സംഖ്യയുടെ 3/4 അഥവാ 4ൽ 3 കുറച്ചാൽ 17 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3/4 അല്ലേ? അപ്പോൾ കുറച്ചാലെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ 4 താഴെ തന്നെ എഴുതണം. 3ഉം 4ഉം നമ്മുടെ ഡിഫറൻസ് 1. ആ 1 മേളിൽ പോവും. ആ 1/4ൻ്റെ റെസിപ്രോക്കൽ അഥവാ 4 17 ഇൻറ്റു 4/1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സംഖ്യ കിട്ടും. അടുത്ത ഇതുപോലെ തന്നെ ഒരു സംഖ്യയും സംഖ്യയുടെ 7/1 കൂട്ടിയാൽ 160 കിട്ടും എങ്കിൽ സംഖ്യയുടെ 2/5 എത്ര? ഒന്ന് ചെയ്തു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് ആൻസർ ഇടുന്നതായിരിക്കും. ചോദ്യം വായിക്കുക. 20 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? നമ്മളിത് 2 തരത്തിൽ ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് 20 സെൻറ്റിമീറ്റർ വെച്ചിട്ട് പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ശതമാനം കൂട്ടി കണ്ടുപിടിക്കാം. എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ശതമാനങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നമ്മുടെ ജോമെട്രിയിൽ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ പരപ്പളവ് എന്നാണ് പറയുന്നത്. പരപ്പളവ് ഇപ്പോഴുള്ള പരപ്പളവ് എന്താണോ അതിനെ നമ്മൾ 100 എന്നങ്ങോട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ പരപ്പളവ് 100 സമചതുരത്തിൻ്റെ വശങ്ങൾ അല്ലേ? വശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾക്ക് നീളവും വീതിയും ഉണ്ട്, രണ്ടും തുല്യമാണെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നീളം 20% വർദ്ധിച്ചു എന്ന് വെച്ചാൽ 120/100. വീതിയും 20% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ 120/100 എന്ന് വരണം. കണ്ടോ? ഇതാണ് എളുപ്പമാർഗ്ഗം. 100 വെട്ടിപ്പോയി, 12 വെട്ടിപ്പോയി, 12ൻ്റെ 0, ഇപ്പോഴത്തെ 12 0 വെട്ടിപ്പോയി, 12 ഇൻറ്റു 12 144 എന്ന് കിട്ടി. ഇനി ആലോചിച്ച് 100 ആയിരുന്നു, 144 അപ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചു? 44% വർധനവുണ്ട്. അതാണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇങ്ങനെ അല്ലാതെയും ചെയ്യാം. വേണമെങ്കിൽ 20 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ട് അയാളുടെ പരപ്പളവ് 400 എന്ന് കണ്ടുപിടിച്ച് പിന്നെ അതിനെ 20% വെച്ച് കൂട്ടിയിട്ട് ഇതുപോലെ തന്നെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവസാനം ശതമാനത്തിലേക്ക് മാറ്റിയാലും ഈ 44% തന്നെ കിട്ടും. പിന്നെ എളുപ്പമാർഗ്ഗം ഇതായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ചോദ്യം വായിക്കുക. 25√x + 15√x + 5√x = 180 ആയാൽ x എത്ര? തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമുക്ക് തന്നിരിക്കുന്നത് 25√x എന്നാണ്. പിന്നെയോ 15√x എന്നാണ്. പിന്നെ 5√x എന്നാണ്.
ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 180 എന്ന് കിട്ടാം. ഇവിടെ നമ്മളെങ്ങനെ ഈ റൂട്ട് എക്സുകൾ കൂട്ടുക? അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് റൂട്ട് എക്സ് അവിടെ കിടന്നോട്ടെ, പിന്നെ ബാക്കിയുള്ള സംഖ്യ 25ഉം 15ഉം കൂടെ കൂട്ടുക. 40, 40ഉം 5ഉം കൂടെ കൂട്ടുക, 45. അപ്പോൾ 45 റൂട്ട് എക്സ് എന്ന് കിട്ടി. ഈ 45 റൂട്ട് എക്സ് ആണ് എത്ര? 180. അപ്പോൾ റൂട്ട് എക്സ് എത്രയായിരിക്കാം? 180. ഈ ഇൻറ്റു 45 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 45. അപ്പോൾ റൂട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 4 എന്ന് കിട്ടാം. കണ്ടോ? റൂട്ട് എക്സ് ആണ് 4. അപ്പോൾ എക്സ് എത്രയായിരിക്കാം? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ റൂട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ ആകണം. അപ്പം 4ൻ്റെ സ്ക്വയർ ആണ് ആൻസർ. എത്ര? 16. നമ്മുടെ ആൻസർ 16 എന്നാണ്. ചോദ്യം വായിക്കുക. 2/40 കൂടെ എത്ര കൂട്ടിയാൽ 2/41 കിട്ടും? ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. 2/40 കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടി, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2/41 കിട്ടി. അപ്പോൾ ഈ കൂട്ടിയ സംഖ്യയായ എക്സ് ഏതെന്നാണ് ചോദ്യം. നമുക്കിവിടെ 2/41 ഉണ്ട്. ഈ 2/40 അങ്ങോട്ട് പോയാൽ -2/40. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടിലും കോമൺ ആയിട്ട് ആരാ? ചെറിയ ആളെ വേണം കോമൺ ആയിട്ട് എടുക്കാൻ. അപ്പോൾ 2/40 എന്നുള്ളത് നമുക്ക് 2/40 ഇൻറ്റു 1 എന്ന് പറയാം. 2/41 എങ്ങനെ പറയാം? 2/40 എഴുതണം, പിന്നെ ഒരു 2/1 കൂടെ ചേരുമ്പോഴാണ് 2/41 ആവുന്നത്. അപ്പോൾ ഈ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 2/40 കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ ബ്രാക്കറ്റിൽ ആരുണ്ട്? ഇവിടെ 2/1 അഥവാ 2 മൈനസ് ഇവിടെ ഒരു 1. 2 - 1 1ആണല്ലേ. 1ന് നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. കാര്യം 2/40 ഇൻറ്റു 1 എന്ന് വെച്ചാൽ എത്രയാണ്? 2/40 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസറായി. അപ്പോൾ നമുക്ക് പറയാം 2/40 കൂടെ 2/40 തന്നെ കൂട്ടണം. അപ്പോഴാണ് എത്ര കിട്ടുക? 2/41 കിട്ടുക. ചോദ്യം വായിക്കുക. 3 + 6 + 9 + 12 + എക്സെട്ര 300 എത്ര? ഇവിടെ നമുക്ക് വേണമെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ആശയം ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് പിന്നെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നൊരു ആശയത്തിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ നോക്കാം? 3, 6, 9, 12 എക്സെട്ര 100. ഇവിടെ എല്ലാ സ്ഥലത്തും 3ൻ്റെ ഗുണിതമാണ് കിടക്കുന്നത്. അപ്പോൾ 3നെ നമുക്ക് കോമൺ ഫാക്ടറായിട്ടൊന്ന് പുറത്തെടുക്കാം. ഇവിടെ 3 × 1 എന്നാണ്. അതിൽ 3 പോയാൽ മിച്ചം 1 അവിടെയുണ്ട്. അതുപോലെ 3 × 2 ആണ് 6. അതിൽ 3 പുറത്ത് പോയി, പിന്നെ 2 മിച്ചം. 3 × 3 ആണ് 9. 3 പോയാൽ വീണ്ടും ഒരു 3 അവിടെ ഉണ്ട്. അതുപോലെ 3 × 4 ആണ് 12. 3 പോയാൽ 4 പ്ലസ് എക്സെട്ര 3 × ഇവിടെ 300 ആണ്, സോറി കേട്ടോ. 3 × 100 ആണ് 300. അപ്പം നമുക്കവിടെ 3 പുറത്ത് പോയാൽ മിച്ചം എത്രയുണ്ട്? 100 എന്നുണ്ട്. ഇതാണ് നമുക്കവിടെ കിട്ടുക. നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ഇവിടെ നിൽക്കട്ടെ. ഇത് കണ്ടോ, ഈ കിടക്കുന്ന ആളെന്ന് നോക്കി. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? n × n + 1/2 എന്നാണ്. ഇവിടെ n എന്നുള്ളത് അവസാന സംഖ്യ 100. അപ്പോൾ ഇതിനകത്ത് n-ന് 100 എന്ന് കൊടുത്തേ. അപ്പോൾ എത്ര കിട്ടാം? 100 × n + 1 എന്ന് വെച്ചാൽ 100 + 1 101/2. 2ഉം 100ഉം കൂടെ വെട്ടാം 50 തവണ. ഇനി ഇൻറ്റു ചെയ്യാം. 3 × 50 150 × 101. അപ്പോൾ 0 ഇട്ട് കൊടുക്കുക. 15 × 1 15, വീണ്ടും 15 × 1 അല്ലേ. അപ്പം 15 15 0 എന്ന ആൻസർ ഇതേ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിടപ്പുണ്ട്. ചോദ്യം വായിക്കുക. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? എന്ന് വെച്ചാൽ ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എത്ര എന്ന് പറയും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുകയെന്ന് വെച്ചാൽ n - 2 × 180 എന്നാണ്. ഏതൊരു ബഹുഭുജവുമാകാം. n വശങ്ങൾ, n എന്നുള്ള വശങ്ങളുടെ എണ്ണമാണ്.
ഇവിടെ 12 വശങ്ങൾ എന്ന് പറയുമ്പോൾ n ആണ് എത്ര 12, അതിനകത്തോട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എത്ര 12 മൈനസ് 2 ഇൻറ്റു 180 അല്ലേ, 10 ഇൻറ്റു എത്ര 180, അപ്പം 1800 എന്ന് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ഒരു വാഹനം 36 km/മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ഒരു സെക്കൻഡിൽ ഈ വാഹനം ശരാശരി എത്ര ദൂരം മുന്നോട്ട് പോകും? ഇപ്പം നമുക്കിവിടെ വേഗത തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 36 km/മണിക്കൂർ എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു മണിക്കൂറിൽ 36 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുവെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യേണ്ട. ഈ 36 km/മണിക്കൂർ എന്നുള്ളതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 36 ഇൻറ്റു km/മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെ പഠിച്ചിട്ടില്ലേ? 18ഉം 36 കൊണ്ട് വെട്ടുന്നു 2 തവണ, 10 എന്ന് കിട്ടി. 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പോൾ പറഞ്ഞ പോലെ പറ, ഒരു സെക്കൻഡിൽ 10 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. എ ആണ് ഓപ്ഷൻ നമ്മുടെ.